ക്വാറം തികയാത്തതിനെ തുടർന്ന് മാറ്റിവെച്ച 6 പഞ്ചായത്തുകളിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് അത് സംസ്ഥാന വ്യാപകമായി പുരോഗമിക്കുകയാണ്. പക്ഷേ കാസർഗോട്ടെ പുല്ലൂർ പെരിയ പഞ്ചായത്ത് LDFന് ലഭിച്ചിരിക്കുന്നു എന്നതാണ്. UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ വൈകാരിക ബന്ധമാണ് ഈ പെരിയ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ളത്. കൃപേഷ് ലാൽ, ശരത് എന്നീ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവരെ വധിച്ച സ്ഥലമാണ് ഈ കാസർഗോട്ടെ പുല്ലൂർ പെരിയ. അവിടെ 2 പാർട്ടി മുന്നണികൾക്കും 9 വീതം സീറ്റുകളാണ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരുന്നത്. UDFൽ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് UDF അംഗങ്ങൾ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഹാജരായിരുന്നില്ല. പ്രശ്നമെല്ലാം പരിഹരിച്ച് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ ഇരു മുന്നണികൾക്കും തുല്യം വോട്ടുകളാണ് ലഭിച്ചത്. നറുക്കെടുപ്പിൽ അവിടെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ സബിത വിജയിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ ചേരുന്നു. അരുൺ പാറയ്ക്കൽ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, അല്പസമയം മുൻപാണ് നറുക്കെടുപ്പ് നടന്നത്. നറുക്കെടുപ്പിൽ LDFന്റെ അമ്പലത്തറ വാർഡിൽ നിന്ന് CPM സ്ഥാനാർത്ഥിയായി വിജയിച്ച ഡോക്ടർ CK സബിത വിജയിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു ഉദ്യോഗപരമായ നിമിഷങ്ങളുണ്ടായിരുന്നു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പോവുക എന്ന തരത്തിൽ വലിയ ആശങ്കയൊക്കെ ഇരു മുന്നണികൾക്കും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ കൊലപാതകത്തിന് ശേഷം UDF തിരിച്ചുപിടിച്ച പഞ്ചായത്താണ്. UDF വൈകാരികമായ ഒരു ബന്ധമുള്ള പഞ്ചായത്താണ് പുല്ലൂർ പെരിയ പഞ്ചായത്ത്. ആ പുല്ലൂർ പെരിയ ഇത്തവണ കാസർകോട്ടെ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ അവിടെ LDF ജയിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം LDFന് ലഭിച്ചിരിക്കുന്നു. ഡോക്ടർ സബിത LDF സ്ഥാനാർത്ഥി നറുക്കെടുപ്പിലൂടെയാണ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്നത്. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ UDFലെ തർക്കം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ചൊല്ലി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അത് പിന്നീട് നേതൃത്വം ഇടപെട്ട് പരിഹരിച്ചു. അവിടെ മത്സര രംഗത്തേക്ക് വന്നപ്പോൾ ഇരു മുന്നണികൾക്കും തുല്യ വോട്ടുകളാണ് ലഭിച്ചത്. ഒരംഗം NDAക്കുണ്ട്. NDA അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടാകും. അതുകൊണ്ടാണ് 2 മുന്നണികൾക്കും തുല്യ വോട്ടുകൾ ലഭിച്ചത്. നറുക്കെടുപ്പിൽ LDFന് പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചിരിക്കുന്നു. ഡോക്ടർ സബിത ദൃശ്യങ്ങളിൽ കാണാം, പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്നു. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ, പറയൂ. ദിലീപ് കുമാർ, നറുക്കെടുപ്പിന് ശേഷം ഡോക്ടർ CK സബിത അമ്പലത്തറ വാർഡിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായ CK സബിതയാണ്. CK സബിതയെ ഇപ്പോൾ അഭിനന്ദിക്കുന്നതിന് വേണ്ടി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആശങ്കയോടുകൂടി കാത്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പുല്ലൂർ പെരിയെ സംബന്ധിച്ച്. ഇപ്പോൾ VV രമേശൻ, കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ DYFI നേതാവ് VV രമേശൻ ഡോക്ടർ സബിതയെ ചെങ്കൊടി അണിയിച്ചിരിക്കുകയാണ്. ഡോക്ടർ സബിത LDFലെ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ, കാസർഗോഡ് ജില്ലയിലെ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇരു മുന്നണികൾക്കും തുല്യ വോട്ടുകളാണ് ലഭിച്ചത്. നറുക്കെടുപ്പിലൂടെയാണ് LDFലെ ഡോക്ടർ സബിത ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ളത്. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ളൊരു താമസം മാത്രമാണ്. നറുക്കെടുപ്പിലൂടെയാണ് ഡോക്ടർ സബിത ഈ പഞ്ചായത്ത് പ്രസിഡന്റായി വിജയിച്ചിരിക്കുന്നത്. ഡോക്ടർ സബിത ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെ കാണുന്നു വിജയത്തെ? തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരുപാട് ആളുകൾ ഈ ഒരു വിജയത്തെ നോക്കിക്കാണുകയായിരുന്നു. വളരെ സന്തോഷം. അവർക്കെല്ലാം വേണ്ടി ഈ വിജയം സമർപ്പിക്കുകയാണ്. ഡോക്ടർ CK സബിതയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്. വളരെ സന്തോഷം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ വലിയ രീതിയിലുള്ളൊരു ആശങ്ക LDFനെ സംബന്ധിച്ചും അതുപോലെ തന്നെ UDFനെ സംബന്ധിച്ചും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് ഭരണം ആർക്ക് ലഭിക്കും എന്ന് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട കാസർഗോഡ് ജില്ലയിൽ തന്നെ ചർച്ചാ വിഷയം. പുല്ലൂർ പെരിയെ സംബന്ധിച്ച് വൈകാരികമായ ബന്ധമുള്ളൊരു പഞ്ചായത്താണ് UDFന്. ഇത്തവണ എന്തായാലും LDFന്റെ പ്രസിഡന്റ് ആയിരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പായി. കാസർഗോഡ് ജില്ലയിലെ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ LDFന് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചിരിക്കുന്നു. ഇരു മുന്നണികൾക്കും തുല്യ വോട്ടുകൾ ലഭിച്ചപ്പോൾ നറുക്കെടുപ്പിലൂടെ ഡോക്ടർ സബിത LDF വിജയിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ. ഈ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.